പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഒരു അച്ഛൻ അവിടെ ഇരിപ്പില്ലേ, അതേ തനി പകർപ്പ. ഇത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ. ലക്ഷ്മി, എടി ലക്ഷ്മി, ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ? മമ്മിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല. അടുത്ത ആഴ്ച സെക്കൻഡ് സെം എക്സാമാ. അതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ എന്താണ് നീ പറഞ്ഞത്? എനിക്ക് പഠിപ്പില്ലാവരല്ലേ? അങ്ങനെ എല്ലാം തെളിഞ്ഞോടെ ചാരി കസേര ഇരിപ്പുണ്ട്. ചേട്ടൻ അങ്ങോട്ട് ചോദിച്ചപ്പോ അല്ല ചോദിക്കാണെങ്കിൽ അവൾ എന്നെ പഠിപ്പിക്കാൻ ചോദിക്കുന്നത്. എന്നോട് എത്ര പെട്ടെന്ന് ഞാൻ പറഞ്ഞു നീ ഒരു മമ്മി കണ്ടു. എന്താ അത് ഞാൻ പഠിക്കണോ പഠിക്കാറ് അന്നേരം കണ്ടിട്ടുള്ള പോയിട്ട് കറങ്ങി നടക്കുമല്ലായിരുന്നു. ഇവിടെ നീ കുറെ ദിവസമുള്ള ഒരു മനോജുള്ള സംസാരം. നീ ആരോടാ പറയുന്നത് എനിക്കറിയാമോ? ഞാൻ അങ്ങനെ കറങ്ങി നടന്ന് നിന്റെ അച്ഛൻ്റെ തന്നെയല്ല, വേറെ ആരുടെയും കൂടെ അല്ല. ഈ ഒരു കാര്യം വരാന്റെ ചാരസേപ്പിൽ ഒരു പണിയില്ലാതെ നീ അങ്ങോട്ടോ ചോദിക്കൊക്കെ ചോദിക്കാണ്ടെങ്കിൽ കുറെ ദിവസം കൊണ്ട് സംസാരിക്കുന്നു. ഇപ്പൊ പറ്റില്ല, ഞാൻ ടീച്ചർ നേരെ ഒന്ന് ക്ഷമിക്കിട്ട് ചേച്ചി. ഇപ്പൊ ശരിയാക്കി തരാം. അച്ഛാ ദേ ചേച്ചി പൈപ്പ് ഓഫ് ചെയ്തു. അച്ഛാ ഒന്ന് വേഗം ഉറങ്ങണി, ബാക്കിയുള്ളവർക്ക് നേരത്തെ സ്കൂളിൽ പോണ്ടേ. നേരത്തെ എഴുതിക്കണമായിരുന്നു. ഞാൻ എത്ര നേരം വിളിച്ചതാ. അതെങ്ങനെ 2-3 മണി വരെ മൊബൈൽ സല്ലാപോ. അതെന്റെ കാര്യം, നീ നിന്റെ കാര്യം നോക്കില്ല. കാരിച്ച പണികളൊന്നും നോക്കണ്ട. ഏതൊരു പോകുന്നതാണ്. ഞാൻ സഹിച്ചോളാം. അങ്ങനെ നീ മാത്രം സഹിച്ചാൽ പോലെ, ഞാനൊരു പെണ്ണല്ലേ. കുറച്ച് ദിവസത്തെ ലീവ് കൂടെ ഒന്ന് തരാമോ ചേട്ടാ? ഇന്ന് എത്ര തീയതി എന്നറിയാമോ? 15-ാം തീയതിയാണ്. ചേച്ചി പറഞ്ഞ അവസാന തീയതി എന്നാ. ഇന്ന് ഞങ്ങൾ പണവും കൊണ്ടേ പോകും. തനിക്ക് പണം തരാൻ പറ്റില്ല. ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്ന താൻ എവിടെ നിന്ന് തരാനാ? ഇവർ പണം തരും, ഇല്ലെങ്കിൽ മേടിച്ചുകൊണ്ടേ പോകും. നിങ്ങളെന്താ താമസിച്ചത്? വല്ല 2 ഇവന്മാരെ വെച്ച് നമുക്ക് മുതലാക്കാം. ഇല്ലടാ തെമ്മാടി, എന്തൊക്കെയാ നീ പറഞ്ഞത്? പെണ്ണുങ്ങളാണ് എന്റെ തോന്നിയാസാവോ? ഈ പെണ്ണ് വേറെ, എന്റെ ചേട്ടൻ ചെല്ല്. പണം മേടിച്ചിട്ട് ഈ പലിശ തന്നെ തിരിച്ചു തരും. അല്ലാതെ ചെറ്റത്തനോ കാണിച്ചിട്ട് വന്നാലുണ്ടല്ലോ. അകാലത്തിൽ ജീവിതം ഹോമിക്കപ്പെടുന്ന എത്രയെത്ര കുടുംബങ്ങൾ. മലയാള നാടിന്റെ ഭാവി ഇനി ഇങ്ങോട്ട്. എത്ര ദുരന്തങ്ങൾ നേരിട്ടാലും ഒരിക്കലും പാഠം പഠിക്കാത്ത നമുക്ക് എന്നും നഷ്ടപ്പെടുത്തുകൾ മാത്രം.